എങ്ങനെയാണ് ഈ ശൈവചാപം ജനക മഹാരാജാവിന്റെ കയ്യിലെത്തിയത്? വിശ്വകർമാവ് 2 ധനുസുകൾ സൃഷ്ടിച്ചു. ത്രിപുരന്മാരെ നശിപ്പിക്കാൻ ഒരുങ്ങിയ മഹാദേവന്റെ കയ്യിലാണ് അതിലെ ഒരു വില്ലെത്തിയത്. മറ്റൊന്ന് മഹാവിഷ്ണുവിന്റെ കയ്യിൽ. മഹാദേവന്റെ കയ്യിലെത്തിയ ചാപം ത്രയംബകം അല്ലെങ്കിൽ ശൈവചാപമായി. മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ചാപത്തിന്റെ പേര് ശാർങ്ങകം. അതിനെ വൈഷ്ണവ ചാപം എന്നും അറിയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ദേവന്മാർക്കൊരാഗ്രഹം. മഹാദേവനും മഹാവിഷ്ണുവും ഇവരുടെ വില്ലുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നത് കാണണം. ഇതിനുവേണ്ടി അവർ ബ്രഹ്മദേവനെ ചട്ടം കെട്ടി. പരമശിവന്റെ നാരായണന്റെ അടുത്തെത്തി ബ്രഹ്മദേവൻ ദേവന്മാരുടെ ഈ ആഗ്രഹം ഉണർത്തിച്ചു. പക്ഷേ അവരാദ്യമൊന്നും അതിന് കൂട്ടാക്കിയില്ല. എങ്കിലും ബ്രഹ്മദേവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ മഹാദേവനും നാരായണനും അത് തീരുമാനിച്ചു, തമ്മിൽ യുദ്ധം ചെയ്യാൻ. അങ്ങനെ നടന്ന പൊരിഞ്ഞ യുദ്ധത്തിനൊടുവിൽ മഹാവിഷ്ണുവിന്റെ ഹുങ്കാരത്തിൽ മഹാദേവ ജാപത്തിന്റെ ഞാണറ്റുപോയി. നാരായണൻ ജയിച്ചതായി കണ്ട് ദേവന്മാർ ആ വിജയം കൊണ്ടാടി. ഇതിനുശേഷം ഈ വില്ല്, അതായത് മഹാദേവന്റെ ത്രയംബകം, മിഥില ഭരിച്ചിരുന്ന ദേവരാജൻ എന്ന രാജാവിന്റെ കയ്യിലേൽപ്പിച്ചു. ദേവരാജ രാജാവിന്റെ പിൻതലമുറയിൽ പെട്ടതാണ് സീതാദേവിയുടെ വളർത്തച്ഛനായ ജനക മഹാരാജാവ്. അങ്ങനെ അത് ജനക മഹാരാജാവിന്റെ കയ്യിലെത്തുകയാണ്.